ഇന്ന് നമ്മുടെ ശംഭുകുഞ്ഞിൻ്റെ സ്കൂളിലെ PTA മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും 10 പറയണമെന്ന് കരുതി തന്നെയാണ് പോയത്. കാരണം എന്താണ് സ്കൂളിൽ പഠിപ്പിക്കുന്നതെന്ന് നമുക്കറിയില്ല, എന്തൊക്കെയാണ് അവിടുത്തെ ആക്ടിവിറ്റീസ് എന്നറിയില്ല. കഴിഞ്ഞ വർഷം വരെ ടീച്ചേഴ്സും പേരൻസും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാം നമ്മൾ അറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറയണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നപ്പോഴത്തേന് ടീച്ചർ 10 നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. കാരണം കുട്ടികളെ നിങ്ങൾ വീട്ടിൽ പോയി പഠിപ്പിക്കേണ്ട ഒരു കാര്യമില്ല, കുട്ടികൾ ഇവിടുന്ന് പഠിക്കുന്നത് തന്നെ മതി, അതൊക്കെ തന്നെ ധാരാളമാണ്, പുതിയ റൂളാണ്, അധികം ഹോംവർക്കൊന്നും കൊടുക്കരുത്. പിന്നെ ശംഭുട്ടൻ ക്ലാസ്സിൽ ഫസ്റ്റാണ്, അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ഒരു റൈറ്റും ഇല്ല എന്ന് അവർ പറഞ്ഞു കേട്ടോ. പിന്നെ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ളൊരു മടിയും കുറച്ച് കുട്ടിക്കുറുമ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ടീച്ചർ പറയുകയാണ്, ഇത് കുട്ടിയല്ലേ, അല്ലത് പാവിയൊന്നും അല്ലല്ലോ, ഇപ്പോഴല്ലേ അവനൊക്കെ വാരി കൊടുക്കാൻ പറ്റുള്ളൂ, നിങ്ങൾ ധൈര്യമായിട്ട് കുട്ടിക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കുക, അവൻ ക്ലാസ്സിൽ മിടുക്കനാണ്, നന്നായിട്ട് പോകുന്നുണ്ട്, അപ്പം നമ്മൾ കൂടുതലൊന്നിനും ഫോഴ്സ് ചെയ്യേണ്ടെന്ന് എനിക്കും തോന്നി. പിന്നെ അവിടുന്ന് ആ ഒരു സന്തോഷത്തിൽ അവന് ഡെൻ്റൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു, അതിന് കയറി വന്നു കേട്ടോ. പക്ഷേ സ്കൂളിൽ നിന്ന് ഒരു പണി തന്നിട്ടാണ് വന്നത്. എന്താണെന്നറിയോ, അവൻ എക്സിബിഷൻ നമ്മൾ പേര് കൊടുത്തിട്ടില്ലായിരുന്നു, നമ്മൾ കമ്പൽസറി അവനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണമെന്നും അതിനുള്ള മോഡൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഔട്ടിങ് വേണം, കാരണം അതിനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണമല്ലോ. പിന്നെ അതിനുശേഷം നമ്മൾ ഡെൻ്റൽ ചെക്കപ്പിന് വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു സ്മാർട്ട് ബോർഡ് ഉണ്ട്, അധികം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് കാർട്ടൂണൊക്കെ വെച്ച് കാണിക്കുന്നതാണ്. പക്ഷേ നമ്മൾ ഇന്ന് കുറച്ച് നേരത്തെയായിരുന്നു, കാരണം 8:30-ക്കായിരുന്നു ശംഭുട്ടൻ്റെ സ്ലോട്ട് കിട്ടിയിരുന്നത്, നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുട്ടികൾ ആരും ഇല്ല. അപ്പോൾ സ്മാർട്ട് ബോർഡിൽ ആൾ ആദ്യം ഇങ്ങനെ എഴുതി കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയൊരു ചേട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പേടിയുണ്ടായിരുന്നു വഴക്ക് പറയുമെന്നുള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എഴുന്നേറ്റ് അടുത്തോട്ടൊക്കെ പോകാൻ തുടങ്ങി. ഞാൻ ഇവിടെ ഗ്ലാസ് ഡോറിന് പുറത്താണ് ഇരിക്കുന്നത്, കാരണം നമ്പർ വിളിച്ചാൽ വേഗം കേൾക്കാമല്ലോ. പക്ഷേ അകത്തും അവിടെ ഒരു പ്രൊജക്ടറിൽ കാണിക്കുന്നുണ്ട് നമ്പർ ടോക്കൺ നടക്കുന്നത്. പക്ഷേ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു, എന്തായാലും പറയുകയാണെങ്കിൽ അങ്ങോട്ട് ചെല്ലാമെന്ന് കരുതി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ശംഭുട്ടൻ കാര്യമായിട്ട് പുള്ളിക്കാരനെ ഇരുത്തി പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരുമെങ്കിലേന്ന്. അപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് അവനെ ഇങ്ങനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ട് ഞങ്ങളുടെ നമ്പർ കഴിഞ്ഞ് പോകുന്നേരം അയാൾ നമ്മളോട് പറയുകയും ചെയ്തു, മോൻ മിടുക്കനാണ് കേട്ടോ എന്ന്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളെ ഇങ്ങനത്തെ സിസ്റ്റങ്ങളുടെ കാര്യങ്ങളൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ, ഇതൊക്കെ അവർ പഠിച്ചിട്ടല്ലേ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ കരുതി എന്നാൽ പിന്നെ എന്തായാലും പുറത്ത് പോയേക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാമെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ശംഭുട്ടൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, PTA മീറ്റിങ്ങിന് നല്ല കാര്യങ്ങളാണല്ലോ ടീച്ചർ പറഞ്ഞതല്ല, അപ്പോൾ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കാന്ന് കരുതി. വേറൊന്നും അല്ല, അവനൊന്ന് ബസ്സിൽ കയറണം. അപ്പോൾ എന്തായാലും പുറത്ത് പോകണം, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ബസ്സിലൊക്കെ കയറി ഒരു കുഞ്ഞ് റൈഡ് പോകാമെന്ന് കരുതി. വളരെ അടുത്താണ് കേട്ടോ, ഒരു 4 സ്റ്റോപ്പ് അപ്പുറത്ത് അങ്ങനെയാണ് പോയിട്ടുള്ളൂ. ഇവൻ ബസ്സിലോട്ട് കയറി ചെന്നപ്പോൾ തന്നെ ഒരു 10-15 വയസ്സുള്ളൊരു മോളുണ്ടായിരുന്നു, അവളെ എണീറ്റ് കൊടുത്തു ഇവൻ ഇരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഡോറിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം നമ്മൾ പ്രാക്ടീസ് ചെയ്ത പോലെ ഇവർ ബസ്സിലൊന്നും പോകാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, ഇവനാണെങ്കിൽ പിടിക്കാതാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അതായത് എക്സിബിഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം മേടിച്ച്, അത്യാവശ്യം സാധനങ്ങളെല്ലാം പുറത്തുനിന്നൊക്കെ മേടിക്കേണ്ടതെല്ലാം മേടിച്ചിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തെടുത്ത് വന്നിട്ട് പിന്നെ വണ്ടി എടുത്തിട്ട് നമ്മൾ റൂമിലേക്ക് വരികയാണ്. ഈ നല്ല കിടുക്കം മഴയായിരുന്നു, ഒരു 2 വർഷത്തിന് മുമ്പാണ് ഇത്രയും വലിയൊരു മഴ കിട്ടിയിട്ടുള്ളത്. കാരണം രാവിലെ തുടങ്ങിയിട്ട് രാത്രി വരെ മഴയെന്ന് പറയില്ലേ, അതേപോലെ കാറ്റും ബഹളവുമായിട്ട്. എന്തായാലും എന്താ സ്വപ്നേച്ചിയുടെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാനൊന്ന് ഹോൺ അടിച്ച് നോക്കിയിട്ടുണ്ട്, അവിടെ ആരെയും പുറത്തേക്ക് കാണുന്നില്ല, ഈ മഴയത്ത് ആരല്ലേ പുറത്തിരിക്കുന്നത്. ഇനി ഈ മഴയത്ത് നമ്മുടെ വണ്ടിയിലുള്ള സാധനങ്ങളെല്ലാം റൂമിലെത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. എന്തായാലും നോക്കാം അല്ലേ.